കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയും ജൈനമ്മ കൊലക്കേസിൽ നിർണായക തെളിവ് ലഭിച്ചു. പ്രതി സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെ രക്തക്കറ ജൈനമ്മയുടേത് തന്നെയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. സമ്പൂർണ്ണ DNA ഫലം 2 ദിവസത്തിനകം വരുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ജൂലൈ 28-ന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വീകരണ മുറിയിൽ നിന്നായിരുന്നു രക്തക്കറ കണ്ടെത്തിയത്. മനുഷ്യരക്തമെന്ന് ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരത്തെ ലാബിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ഇതിന്റെ ഫലമാണ് ഇന്നലെ ലഭിച്ചത്. ബന്ധുക്കളുടെ രക്തസാമ്പിളുമായി നടത്തിയ പരിശോധനയിൽ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചു. ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 23 വൈകുന്നേരം ചേർത്തലയിലെ സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം ജൈനമ്മ ധരിച്ചിരുന്നതാണെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം. ഇതോടെ ജൈനമ്മ കേസിൽ സെബാസ്റ്റ്യന്റെ നേരിട്ടുള്ള പങ്ക് കൂടുതൽ തെളിഞ്ഞു. വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത എല്ലുകളുടെ പരിശോധനാ ഫലം വൈകുമെന്നാണ് സൂചന. എല്ലുകൾ 2 തവണ കത്തിച്ചതാണ് DNA പരിശോധന സങ്കീർണമാക്കുന്നത്. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ 26 വരെ വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. സമ്പൂർണ്ണ DNA ഫലം കൂടി ലഭിച്ചാൽ കോട്ടയം ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടും. 24 ആലപ്പുഴ.